ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേനയും ഉണക്കപ്പയറും വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചേരയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നാടൻ കറികൾ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ലല്ലോ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉണക്കപ്പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, സവാള, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, പാകത്തിന് ഉപ്പ്, വെള്ളവും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ചേന ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ചേന മാത്രമേ അതിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചേനയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തു. നല്ല വേവുള്ള ചേനയായിരുന്നു കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് നല്ല വേവുള്ള ചേനയാണ് തോന്നുന്നുണ്ടെങ്കിൽ പയറിൻ്റെ കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കാവേ. അപ്പോൾ നമ്മുടെ ചേന ഇവിടെ വെന്ത് വന്ന് ആ സമയത്ത് നമ്മുടെ പയറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പയറും കൂടി ചേനയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. പയറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ചേനയ്ക്ക് ഉപ്പിടാതെയാണ് വേവിച്ചത്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഉപ്പും കൂടി നോക്കണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങയും അതുപോലെ 3-4 ഉണക്ക കാന്താരി, ഒരു പിഞ്ച് പെരിഞ്ജീരകം, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി അരച്ചതാണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കറി അധികം തിളപ്പിക്കരുത്. ഇങ്ങനെ ഇളക്കി കൊടുത്ത് തിളപ്പിക്കണം. ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണമെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിവിടെ കറിക്ക് കടുകൊക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കാണാനും അതുപോലെ ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.